ക്ലീൻ ഷേവ് അല്ല ക്രിസ്തു സമാനത. ആഭരണ ഭർജനവും വെള്ളവസ്ത്രധാരണവും അല്ല ക്രിസ്തു സമാനത. ക്രിസ്തു സമാനതയില്ലാതെ ഇവിടെ എന്നെല്ലാം പരിപാടി കാണിച്ചിട്ടും ഒരു ഗുണമില്ല. ഈസബേലിന് പോലും മടങ്ങി വരാൻ കർത്താവ് ഒരു സ്പേസ് കൊടുത്തു. പക്ഷേ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഒന്നാന്തരമായിട്ട് പ്രസംഗിക്കും. പിന്നെ സ്വർഗം, മരണാനന്തര ശരീരത്തിന്റെ സവിശേഷത, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഉയർപ്പ്, ഇതൊക്കെ ഞങ്ങളങ്ങ് പറയും. വീണ്ടും കാണുക എന്നൊക്കെ പറയും. പക്ഷെ ക്രിസ്തു സമാനതയിൽ വരാത്ത ഒരാൾക്ക് പുനരുത്ഥാനം സാധ്യമല്ല. ആവശ്യം വരുമ്പോൾ മാത്രം കൂട്ടായ്മ, പ്രശ്നം വരുമ്പോൾ മാത്രം കൂട്ടായ്മ. എല്ലാം വിഷയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഴിക്കാം. കഥ പറയാം, നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഊമിണ്ണ് കളയും. ഒരിക്കൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വീഴും. ഇസബേൽ അവളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സ്പേസ് കൊടുത്തായിരുന്നു. ഈസബേലിന് പോലും മടങ്ങി വരാൻ കർത്താവ് ഒരു സ്പേസ് കൊടുത്തു. മലയാളത്തിൽ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. അങ്ങനെ ഭാഷാന്തരങ്ങളിലുണ്ട്. ചില ഭാഷാന്തരങ്ങളിൽ ഞാൻ അവൾക്ക് ചാൻസ് കൊടുത്തെന്ന. അപ്പൊ സ്പേസ് കൊടുത്തു, ടൈം കൊടുത്തു, ചാൻസ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് വെച്ച് പഠിച്ചോ. ഞാൻ അവൾക്ക് സമയം കൊടുത്തു. പക്ഷേ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. സ്വോത്രം. എന്റെ പ്രിയരെ, മടങ്ങി വരാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ദൈവം എങ്ങനെ മടക്കിയെടുക്കുന്നത്? തിരിച്ചു വരാൻ മനസ്സില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം മടക്കിയെടുക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ദൈവം തരുന്ന ഒരു സമയമുണ്ട്. തിരിച്ചു കയറാൻ, മടങ്ങി വരാൻ, യഥാസ്ഥാനപ്പെടാൻ, ആ പ്രിയത്തിനകത്തേക്ക് വരാൻ, ആ ലവിനകത്തേക്ക് കയറാൻ, ആ ചിറകിന്റെ ആ മറവിനകത്തേക്ക് കയറാൻ ദൈവം തരുന്ന ഒരു സമയമുണ്ട്. അതിനെ ഉപയോഗിക്കണം. ജീവിതകാലം മുഴുവൻ ഈ മനസ്സിങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, അവൻ ജഡം തന്നെയല്ലോ. ദൈവത്തിന്റെ ഈ ചിറക് വിടർത്തി പിടിക്കുന്നതിനൊരു കാലഘട്ടമുണ്ട് കേട്ടോ. എന്നും കയറിയിരിക്കാൻ തോന്നുമ്പോ കയറാമെന്നൊന്നും ചിന്തിക്കരുത്. നിന്റെ മുൻപിൽ ദൈവം തുറന്നു തരുന്ന ഒരു സമയമുണ്ട്. ഉപയോഗിച്ചില്ല എന്നാ പറ്റും പാസ്റ്ററെ? 22-ാമത്തെ വാക്യം നോക്ക്. ഞാൻ അവളെ കിടപ്പിലാക്കി കളയും. ആരെ? മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടും കാത്തു നിന്നിട്ടും മനസ്സില്ലാതെ പഴയ പരിപാടിക്കകത്ത് തുടരുന്ന ഇവളെ കർത്താവ് പറയുക, ഞാൻ കിടപ്പിലാക്കി കളയും. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വലിയ കഷ്ടതയിലാക്കി കളയും. തീർന്നില്ലേ? 23-ാമത്തെ വാക്യം, അവളുടെ മക്കളെയും ഞാൻ. അപ്പൊ എപ്പോഴാ കിടപ്പുണ്ടായത്? എപ്പോഴാ കഷ്ടത വന്നത്? എപ്പോഴാ മക്കള് ചാകേണ്ടി വന്നേ? മടങ്ങി വരാൻ സമയം കൊടുത്തിട്ടും മടങ്ങി വരാതിരുന്നപ്പോഴല്ലേ?